രാവിലെ ഒരു അണ്ണാൻ കുഞ്ഞ് വന്ന് ഈ ചക്കപ്പഴം കടിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കാൻ തുടങ്ങിയെന്നതിന് മനസ്സിലായപ്പോൾ അത് ഓടിക്കളഞ്ഞു. ഞാൻ പിന്നെ അതിൻ്റെ ഫോട്ടോ അങ്ങ് എടുത്തു. ഇപ്പോൾ ഞാൻ അങ്ങോട്ട് നോക്കിയപ്പോൾ കാണാം ദാ നമ്മുടെ റൂബിക്കുട്ടൻ അതിനെ ഒരു പരുവാക്കി. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി, അവർ ചക്കപ്പഴം അങ്ങ് തിന്നുന്നെങ്കിൽ തിന്നോട്ടെ. എല്ലാവരും ഇപ്പോൾ കമ്പനി ചെന്ന് നേരിട്ട് വാങ്ങുന്നതിൽ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അതുപോലെ നമ്മളെ റൂബിക്കുട്ടനും കമ്പനിയിൽ നിന്ന് നേരിട്ട് കഴിക്കാൻ തുടങ്ങി. കാരണം അതിൽ നിന്ന് വെളിയിൽ പോയാൽ പിന്നെ മായവും മറ്റും കലരും. അത് റൂബിക്കുട്ടനറിയാം. അതുകൊണ്ട് കമ്പനിയിൽ നിന്ന് നേരിട്ട് തന്നെ പ്രൊഡക്ഷൻ ശാലയിൽ നിന്ന് തന്നെ നേരിട്ട് ഭക്ഷിക്കുകയാണ്. അവൻ്റെ ഒരു വിദ്യയെ എന്ത് രസമായിട്ടാണെന്നറിയാം അവൻ കഴിക്കുന്നത്. പക്ഷേ മറ്റേ രണ്ടാളുകളും ഇതൊന്നും കണ്ടില്ല. കണ്ടെങ്കിൽ ഇവിടെ നല്ലൊരു അടി നടക്കുമായിരുന്നു. ഇവർക്ക് പരസ്പരം ഇഷ്ടമൊക്കെ തന്നെയാണ്. പക്ഷേ ഭക്ഷണം കഴിക്കുന്നിടത്ത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായില്ല. കണ്ട, ഓരോ ചക്കപ്പഴമായിട്ടെടുത്ത് അതിൻ്റെ കറക്റ്റായിട്ട് കഴിക്കേണ്ട രീതിയിൽ കഴിക്കുകയാണ്. അവൻ വിടുന്നില്ല ചക്കപ്പഴത്തിൻ്റെ ആശാൻ. ഞാൻ ഇടയ്ക്കൊക്കെ ചക്കപ്പഴം കൊടുക്കും കേട്ടോ, അങ്ങനെ അതിൻ്റെ ടേസ്റ്റ് അറിയാം. അവന് ദേഹം ചൊറിയുന്നു. ഇതാ അവൻ അങ്ങോട്ട് പോയി. അവൻ്റെ ദേഹമൊക്കെ വൃത്തിയാക്കാൻ പോകുന്നത് എങ്ങോട്ടെന്നറിയാമോ? നമ്മളവിടെ 2 സാധനങ്ങൾ നട്ടു വച്ചിരിക്കുകയാണ്. അത് ഇവരെ കാണാതെയാണ് നട്ടത്, അല്ലെങ്കിൽ അവർ എടുത്ത് കടിച്ച് ദൂരെ കളയും. അടുത്തത് കുരുമുളക് ഉണക്കായിട്ടിരിക്കുന്നിടത്ത്. അത് വീണ്ടും എന്നെ കണ്ടപ്പോൾ അത് എൻ്റെ അടുത്തോട്ട്. ഞാൻ ഈ ചക്കപ്പഴത്തിൻ്റെ അവസ്ഥ കണ്ട ഇപ്പോൾ ഈ അവസ്ഥയിലായി. ഞാൻ എവിടെയെങ്കിലും ചെന്നിരുന്ന അവന് എന്നെ കടിച്ചു വെച്ചിരിക്കുകയാണ്, കൈ മാറ്റിക്കൊണ്ട് പോവാതിരിക്കേ. ചൊറിഞ്ഞ് നിൽക്കണം അവന്. ഞാൻ ഈ കസേരയിൽ വന്നിരിക്കുമ്പോൾ അവന് ചൊറിഞ്ഞ് നിന്നില്ലെങ്കിൽ മനസ്സമാധാനമില്ല. കൈ മാറ്റിക്കൊണ്ട് പോവാതിരിക്കാനാണ് ഈ കടിച്ചു വെച്ചിരിക്കുന്നത്. അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. രാവിലെ ഒരിടത്തും പോവാതെ നിന്റെ അടുത്ത് ഇവിടെ ഇരുന്നാൽ മതിയാ എനിക്ക്. രാവിലെ എനിക്ക് പനിയുണ്ട്.
മതിയടേ, കുറെ സമയമായല്ലോ, അവിടെ ഇരിക്കും. ശടാ.